ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മാവിലലിയുവാൻ നീ വരണേ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മാവിലലിയുവാൻ നീ വരണേ. അധികമായി ആഗ്രഹിച്ചിടുന്നു ഞാൻ ആരാധ്യനാഥനാമേശുവേ. അധികമായി ആഗ്രഹിച്ചിടുന്നു ഞാൻ ആരാധ്യനാഥനാമേശുവേ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 സ്നേഹമേ ആരാധന. അനുതാപമോടിതാ ഞാൻ വരുന്നു, അലിവായൻ പാപങ്ങൾ മായ്ച്ചിടണേ. അനുതാപമോടിതാ ഞാൻ വരുന്നു, അലിവായൻ പാപങ്ങൾ മായ്ച്ചിടണേ. ആന്തരിക സൗഖ്യം നൽകിയിടണേ, ആത്മാവിൽ അഭിഷേകം നൽകിയിടണേ. ആന്തരിക സൗഖ്യം നൽകിയിടണേ, ആത്മാവിൽ അഭിഷേകം നൽകിയിടണേ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 സ്നേഹമേ ആരാധന. എരിയുന്ന മെഴുകുതിരികൾക്ക് മധ്യേ ഞങ്ങളോടുള്ള അതിരറ്റ സ്നേഹത്തെ പ്രതി ദിവ്യകാരുണ്യമായി പാപികളായ ഞങ്ങളുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വന്ന പൊന്നു തമ്പുരാനെ, ഞങ്ങളതിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ആത്മാർത്ഥതയോടെ തിരിച്ചറിയും ദൈവമേ, നിന്റെ തിരുമുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല, നിന്നെ നോക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല, നിന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. എങ്കിലും നീ നൽകുന്ന സ്നേഹവും നീ നൽകുന്ന കരുതലും നിന്നിലേക്ക് ഞങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ്. എത്രയോ വലിയ കാരുണ്യമാണ് അവിടെ നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, അതങ്ങനെയാണ് താനും. ദൈവമക്കളുടെ സുന്ദരമായ പദവിയിലേക്ക് നമ്മളെ ഉയർത്തിയ ദൈവം ഇന്ന് വിശുദ്ധ കുർബാനയായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അന്ത്യത്താഴ് വേളയിൽ വെറുമൊരപ്പത്തെയും വെറുമൊരു മുന്തിരിച്ചാറിനെയും അഥവാ കുറവുള്ള ബലിവസ്തുക്കളെ നിറവുള്ള യേശുവിൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റിക്കൊണ്ട് ലോകാവസാനത്തോളം കൂടെയായിരിക്കാൻ കൂട്ടിരുന്നവനാണ് ദൈവം. നല്ലവനായ യേശുവേ, ഇന്ന് വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ദൈവത്തിൻ്റെ പരമാർത്ഥ സ്നേഹമായി ഞങ്ങളുടെ മുമ്പിലേക്ക് നീ കടന്നു വരുമ്പോൾ സ്നേഹം എന്ന ഒറ്റ വാക്കുകൊണ്ട് ഞങ്ങൾ ഈ ദിവ്യകാരുണ്യത്തെ കണ്ടെത്തുകയാണ്. നിൻ്റെ സ്നേഹത്തെ ഈ ദിവ്യകാരുണ്യത്തെ ഞങ്ങൾ അനുഭവിക്കുകയാണ്. യേശുവിൻ്റെ സ്നേഹവും കരുതലും കരുണയും ഒക്കെ സുന്ദരമായ ഒരു ഗോതമ്പപ്പത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ മനസ്സ് കാണിച്ചതിൻ്റെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചപ്പോൾ ഞങ്ങൾ കണ്ടു പിതാവിൻ്റെ സ്നേഹം, മനുഷ്യകുലത്തോടുള്ള അവൻ്റെ വലിയ സ്നേഹം. തൻ്റെ പരസ്യ ജീവിതത്തിലൂടെ അവൻ്റെ മരണ ഉത്ഥാന ജീവിത വഴികളിലൂടെയൊക്കെ ഞങ്ങൾ കണ്ടു യേശുനാഥൻ്റെ മനുഷ്യകുലത്തോടുള്ള സ്നേഹം. ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹം പ്രസരിപ്പിക്കാൻ ദൈവത്തിൻ്റെ സഹായകനായ ആത്മാവിനെ ലോകത്തിലേക്ക് ഞങ്ങളിലേക്ക് അയച്ചപ്പോൾ ഞങ്ങൾ കണ്ടു ആത്മാവിൻ്റെ സ്നേഹം.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വൈക ദൈവത്തിൻ്റെ നിറസാന്നിധ്യം നിറഞ്ഞു തൊള്ളുമ്പോൾ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ആ ത്രിത്വൈക ദൈവത്തെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പാദേ സർവമർപ്പിച്ചേകാം, ഇന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം, മനം തുറന്നേകാം, ഇന്നേരവും സ്തുതി ആരാധന. എല്ലാം എല്ലാം അറിയും എൻ്റെ തമ്പുരാനേ, ഇന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. മർത്യനായി ഭൂവിൽ അവതരിച്ചവനേ, ഇന്നേരവും സ്തുതി ആരാധന. പുൽമെത്തയിൽ പിറന്ന പൊന്നുണ്ണീശോയേ, ഇന്നേരവും സ്തുതി ആരാധന. തച്ചന്റെ മകനായി വളർന്ന ഈശോയേ,
സ്നേഹനാഥനായ ഈശോയെ, അവിടുത്തെ വലിയ സ്നേഹവും മക്കളോടുള്ള കരുതലുമാണ് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ പുറകിലുള്ള കഥ. ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത നിൻ്റെ സ്നേഹമാണ് ഈ കുർബാനയിലേക്ക് നിൻ്റെ ജീവിതത്തെ നീ ചേർത്ത് വയ്ക്കാൻ കാരണമായത്. ഈ കുർബാനയായി തീരണമെങ്കിൽ സഹന വഴികളിലൂടെ കടന്നു പോകണം എന്നുള്ള ബോധ്യം യേശുവിനുണ്ടായിരുന്നു. പീഡാസഹന കുരിശുമരണ വഴികളിലൂടെ ആ കുർബാന അപ്പത്തിലേക്ക് യേശു തൻ്റെ ജീവനെ ചേർത്തു. ഇതെൻ്റെ ശരീരമാണെന്നും ഇതെൻ്റെ രക്തമാണെന്നും പറഞ്ഞവർ വാക്കുപാലിക്കലാണ് ഗാഗുൽത്താമലയിലെ തൻ്റെ ജീവൻ അനേകരുടെ മോചനദ്രവ്യമായിട്ട് യേശു നൽകുന്നതിലൂടെ സ്ഥാപിതമായത്. യേശുവേ, ഈ കുർബാനയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുകയാണ്. യേശുവിൻ്റെ വലിയ സ്നേഹത്തെ ഈ കുർബാനയിൽ ഞങ്ങൾ കാണുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ ആ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്. യേശുവേ, ഇത്ര വലിയ കാരുണ്യം കാണിക്കാൻ മനുഷ്യന് എന്ത് യോഗ്യതയുണ്ട്? ഇത്ര വലിയ സ്നേഹം കാണിക്കാൻ മനുഷ്യന് എന്ത് നന്മയുണ്ട്? ഒരേ ഒരു കാര്യം, ഞങ്ങൾ നിൻ്റെ മക്കളാണ്, ഞങ്ങൾ നിൻ്റെ സ്നേഹഭാചനങ്ങളാണ് എന്നുള്ള കാരണം. പാപം ചെയ്ത് വീണ്ടും വീണ്ടും ഞങ്ങൾ നിന്നിൽ നിന്ന് അകലുമ്പോഴും ആ സ്നേഹമാണ് പിന്തുടർന്ന് ഞങ്ങളെ ചേർത്ത് നിർത്താനും ചാരത്തിരുത്താനും ചങ്കോട് ചേർത്തണയ്ക്കാനും ദൈവമേ നിന്നെ പ്രേരിപ്പിക്കുന്നത്. ആദവും ഹവ്വായും ആദ്യ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ മുതൽ, അവിടെ മുതൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ പാപജീവിതത്തിൻ്റെ അന്ധകാരം. വീണ്ടും വീണ്ടും പാപത്തിൻ്റെ കുഴിയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും കണ്ണുനീരോടുകൂടി നോക്കുന്നൊരു ദൈവത്തെ ഞങ്ങൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അവിടെയും ഞങ്ങളെ വിടാതെ പിടിക്കുന്ന ഒരു ദൈവം, അവിടെയും ഞങ്ങളെ ചേർത്ത് നിർത്താൻ വെമ്പൽ കൊള്ളുന്ന ഒരു പിതൃസ്നേഹം, അവിടെയും ഞങ്ങളുടെ പുറകെ വരുന്ന കാരുണ്യത്തിൻ്റെ മുഖം ഞങ്ങൾ കണ്ടു. പ്രവാചകന്മാരിലൂടെയും തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാരിലൂടെയും പുരോഹിതരിലൂടെയും ഒക്കെ ഞങ്ങളെ ചേർത്ത് നിർത്താൻ ഒരുപാട് ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങളും നിൻ്റെ സ്നേഹത്തിൽ നിന്ന് വീണ്ടും വീണ്ടും അകന്നുപോയി, നിന്നെ കണ്ടെത്താൻ പരാജയപ്പെട്ടു പോയി. യേശുവേ, ദൈവമേ, അവസാനം നിൻ്റെ പുത്രനെ നീ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ ഞങ്ങളെ നിന്നിലേക്ക് ചേർത്ത് നിർത്തി. യേശുവിൻ്റെ പരസ്യജീവിത കാലത്തിലൂടെയും പീഡാസഹന മരണ ഉദ്ധാന വഴികളിലൂടെയൊക്കെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഊട്ടി ഉറപ്പിക്കപ്പെട്ടത്. ഒരിക്കലും തകർന്നു പോകാൻ പാടില്ലാത്ത, തളർന്നു പോകാൻ പാടില്ലാത്ത, അവസാനിക്കാൻ പാടില്ലാത്ത പിതൃപുത്ര ബന്ധത്തിലേക്ക് യേശുവെ നിൻ്റെ ജീവിതം ഞങ്ങളെ ചേർത്ത് വെച്ചു, ഒരു മോചന ദ്രവ്യം കണക്കെ. നല്ലവനായ യേശുവെ, നിൻ്റെ വലിയ കാരുണ്യം ഈ കുർബാനയിൽ ഞങ്ങൾ കാണുമ്പോൾ ഈ കുർബാന ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത്രത്തോളം എങ്ങനെ ഒരു ദൈവത്തിന് താഴാൻ പറ്റുമെന്നും, എത്രത്തോളം എങ്ങനെയാണ് ഒരു ദൈവത്തിന് ഒരു അപ്പത്തിലേക്ക് ഒതുങ്ങാൻ പറ്റുമെന്നും, ഇത്രത്തോളം എങ്ങനെയാണ് തൻ്റെ സൃഷ്ടിയെ സ്നേഹിക്കാൻ പറ്റുമെന്നും ഈ കുർബാനയിലൂടെ നീ കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കുർബാനയെ വിളിക്കും അത്ഭുതം. ഒരിക്കലും ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ ആവാത്ത വിധത്തിൽ സ്നേഹം നിറച്ച, കാരുണ്യം നിറച്ച, കരുതൽ നിറച്ച അത്ഭുതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഇതിനേക്കാൾ മറ്റൊരു അത്ഭുതവും ദൈവമേ ഞങ്ങൾക്ക് കാണാനില്ല, കേൾക്കാനില്ല. ഈ കുർബാനയിലേക്കാണ് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നത്. ഈ അത്ഭുതത്തെ ഞങ്ങൾ എത്ര വാഴ്ത്തിപ്പാടിയാലും, എത്രത്തോളം പ്രകീർത്തിച്ചാലും, എത്രത്തോളം നന്ദിയോടെ ഓർത്താലും മതിയാവില്ല. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ കൈകളിൽ നാവിലിന്നിതാ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ
ഇതെന്തൊരത്ഭുതമാ ദൈവമിൻ അരികിലായി അൾത്താരയിൽ നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ നിൻ സ്നേഹത്തിനാഴമറിയാൻ എന്തു ഞാൻ ചെയ്യും നിൻ ത്യാഗത്തിൻ വിലയായി എന്തു നൽകിടും എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ കൈകളിൽ നാവിലിന്നിതാ കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ കാലിത്തോഴത്തിനേക്കാൾ കറകളുണ്ടേലും തടത്തിൽ വാഴുവാൻ നിനക്കെന്നുമിഷ്ടം എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമിൻ ഹൃത്തിലാ എന്നും വാഴുവാൻ ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമിൻ ഹൃത്തിലായി എന്നും വാഴുവാൻ യേശു സ്നേഹിച്ചിരുന്ന ലാസർ മരിച്ചിട്ടും യേശുവിനോട് പോകാൻ കഴിഞ്ഞില്ല. 3 ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം യേശു താൻ സ്നേഹിച്ച
തൻ്റെ സുഹൃത്തിൻ്റെ ശവകുടീരത്തിലെങ്കിലേക്ക് പോകുന്നുണ്ട്. മർത്തായും മറിയയും യേശു വരുന്നു എന്ന് കേട്ട് അതിനെ എതിരേൽക്കാൻ പോയി. കണ്ണുനീരോടുകൂടി താൻ സ്നേഹിച്ചിരുന്ന സുഹൃത്ത് മരിച്ചു കഴിഞ്ഞു എന്ന വ്യഥ യേശുവിൻ്റെ മുമ്പിൽ അവർ നൽകുന്നുണ്ട്. അവരുടെ കണ്ണുനീരെ തുടയ്ക്കുമാറ് യേശുവിൻ്റെ വചനം, അവൻ മരിച്ചിട്ടില്ല. നല്ലവനായ യേശുവേ, നീ ആ കുഴിമാടത്തെങ്കിലേക്ക് പോകുമ്പോൾ നീ അവിടെ കാണുന്നത് ഒരു കല്ലാണ്. ലാസറിൻ്റെ കുഴിമാടത്തെ, ലാസറിൻ്റെ ശരീരത്തെ പൊതിഞ്ഞു നിർത്തുന്ന, അടക്കി നിർത്തുന്ന ഒരു കല്ല്. യേശു തിരിച്ചറിയുന്നു, ലാസറിൻ്റെ ശരീരവും യേശുവിൻ്റെ കണ്ണും തമ്മിൽ അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ പ്രതിബന്ധം സ്ഥാപിക്കുന്നത് ഈ കല്ലാണെന്ന്. ആ കല്ല് എടുത്തു മാറ്റപ്പെടുന്നതോടുകൂടി യേശുവിന് ലാസറിനെയും, ലാസറിന് യേശുവിനെയും കാണാൻ സാധിച്ചു. യേശുവേ, ഒരുപക്ഷേ അവിടെ കൂടിയിരുന്ന ജനം മുഴുവൻ അത്ഭുത സ്തബ്ധരായ സമയമായിരുന്നത്. മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ, തൻ്റെ വാക്കുകൊണ്ട് ജീവൻ നൽകാൻ കഴിവുള്ളവരാണ് ദൈവമെന്നും ഈശോ എന്ന് തിരിച്ചറിഞ്ഞ സുന്ദര സമയം. നല്ല ദൈവമേ, ഒരുപക്ഷേ ഞങ്ങൾക്ക് ഈശോയെ കാണാനും യേശുവിൻ്റെ സ്നേഹ സാമീപ്യത്തിൽ നിന്ന് അകന്നു നിൽക്കാനും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലും കാരണമാകുന്ന ചില കല്ലുകളുണ്ട്. ആ കല്ലുകൾ മാറ്റപ്പെട്ടാലേ ദൈവത്തെ കാണാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ, ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ, ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ആ കല്ലുകളെ തിരിച്ചറിയാനും അകറ്റി നിർത്താനും ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ഒരുപക്ഷേ ജടിക പാപ വഴികളാവാം, ഒരുപക്ഷേ സംസാരം കൊണ്ടുണ്ടാകുന്ന പിഴവുകളാവാം, ഒരുപക്ഷേ കണ്ണുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഉണ്ടാകുന്ന പാപത്തിൻ്റെ കുറവുകളാവാം, ഒരുപക്ഷേ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പോലും നിയന്ത്രിക്കാനാവാതെ പാപ വഴികളിലൂടെ കടന്നു പോകുന്ന എൻ്റെ അന്ധകാര ജീവിത വഴികളാവാം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഞാനാകുന്ന എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ ആത്മാവിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് ദൈവത്തെ അകറ്റുന്ന കല്ല് എടുത്തു മാറ്റാൻ ദൈവമേ നീ കൃപ തരണമേ. ആ കല്ലെടുത്തു മാറ്റിയത് ദൈവമാണ്, ക്രിസ്തുവാണ്. ആ കല്ലെടുത്തു മാറ്റാൻ മാത്രം അവൻ്റെ ജീവിതം, ലാസറിൻ്റെ ജീവിതം ഒരുക്കപ്പെട്ടിരുന്നു. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കുറവുകളും നീ എടുത്തു മാറ്റണമേ. എല്ലാ പാപത്തിൻ്റെ കറകളും നീ മാറ്റിത്തരണമേ. ഞങ്ങളുടെ പാപാന്ധകാര ജീവിത വഴികളെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തൊക്കെയോ കല്ലുകൾ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന, ദൈവപുത്ര മനുഷ്യ ബന്ധങ്ങളെ തകർക്കുന്ന ആ കല്ല് അതെന്നേക്കുമായിട്ട് മാറ്റപ്പെട്ടാൽ മാത്രമേ സ്വർഗമാകുന്ന സനാതന സത്യത്തിലേക്ക്, സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നമുക്ക് വളരെ ശാന്തമായി, നിശബ്ദമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ആ കല്ലുകളെ നമുക്ക് തിരിച്ചറിയാനും കണ്ണുനീരോടുകൂടി ദൈവമേ ആ കല്ല് എന്നേക്കുമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് ആത്മാർത്ഥത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ കല്ല് ബന്ധങ്ങളെ തകർത്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ബന്ധത്തെ തകർത്തിട്ടുണ്ട്. ഞാനും എൻ്റെ സഹചര്യമായിട്ടുള്ള ബന്ധത്തെ തകർത്തിട്ടുണ്ട്. എന്നോട് തന്നെയുള്ള ബന്ധത്തെ ഈ കല്ല് തകർത്തിട്ടുണ്ട്. ഞാനാവുന്ന സത്തയിൽ നിന്ന് ഈ കല്ലെന്നെ അകറ്റി നിർത്തിയിട്ടുണ്ട്. ദൈവമേ, എല്ലാറ്റിലും നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. എവിടെയൊക്കെ കുറവുകളുണ്ടോ അവിടെയൊക്കെ നിറവായി നീ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ പാപ വഴിയും ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കറിയാം. ഞങ്ങളുടെ ഓരോരുത്തരുടെ ബലഹീനതകൾ ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കറിയാം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധകാരം അത് നിനക്കറിയാം. യേശുവേ, നീയാകുന്ന പ്രകാശം, നീയാകുന്ന നിറവ്, നീയാകുന്ന നന്മ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്കും ബലഹീനതകളിലേക്കും അന്ധകാരത്തിലേക്കും കടത്തിവിടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അനേകായിരങ്ങളുടെ ജീവിതത്തിലേക്ക്
പ്രകാശമായി, സ്പർശനമായി, സാന്നിധ്യമായി, അനുഗ്രഹമായി, നിറവായി നീ കടന്നു നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതം ആസ്വദിച്ചത് അനുഗ്രഹമാണ്. അവരുടെയൊക്കെ ജീവിതം സ്വന്തമാക്കിയത് ഈ സ്വർഗമാണ്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് സ്പർശനമായി നീ കടന്നു ചെന്നപ്പോൾ അവർ സ്വന്തമാക്കിയത് ദൈവമേ നിന്നെ തന്നെയാണ്. ഒരിക്കലും അകന്നു പോകാത്ത, ഒരിക്കലും തകർന്നു പോകാത്ത ഒരു ബന്ധത്തിലേക്ക് അവർ കടന്നു വരാൻ കാരണം ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. പാവനിയായ സ്ത്രീയുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, സമരക്കാരി പെണ്ണിൻ്റെ ജീവിതത്തിലേക്കൊള്ളട്ടെ, സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്കായിക്കൊള്ളട്ടെ, ദൈവത്തെ തള്ളിപ്പറഞ്ഞകന്നിരുന്ന പത്രോസിൻ്റെ ജീവിതത്തിലേക്കായിക്കൊള്ളട്ടെ, യേശുവിനെയും യേശുവിൻ്റെ ജനത്തെയും കൊന്നൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട പൗലോസിൻ്റെ ജീവിതത്തിലേക്കായിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സ്പർശനവും അനുഗ്രഹവും സാമീപ്യവും പ്രകാശവും കടന്നു ചെന്നപ്പോൾ അനുഗ്രഹത്തിൻ്റെ പ്രകാശ ഗോപുരമായി അവർ മാറി. യേശു ഇതുപോലെ ഞങ്ങളുടെ ജീവിതവും നിന്നെ കണ്ടെത്തുമ്പോൾ, നിന്നെ അനുഭവിച്ചറിയുമ്പോൾ, നിന്നെ സ്വന്തമാക്കുമ്പോൾ പ്രകാശ ഗോപുരമായി മാറും. യേശുവിനെ നൽകുന്ന, യേശുവിൻ്റെ പ്രകാശം ഭമിപ്പിക്കുന്ന നല്ല പ്രകാശ ഗോപുരങ്ങൾ. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും നന്മ നിറയട്ടെ, പ്രകാശം നിറയട്ടെ, കൃപ നിറയട്ടെ, നിറവ് നിറയട്ടെ. അനുഗ്രഹമായി നീ കടന്നു വരണമേ ദൈവമേ. യേശു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ കുറവുകളും ഞങ്ങൾ നിൻ്റെ തിരുമുമ്പിലേക്ക് പോയി സമയം നിരത്തുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കല്ലുകളാണത്. നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റിയ കല്ല്. ഒരുപക്ഷെ ഞങ്ങളുടെ ശാരീരിക മേഖലകളാവാം. കണ്ണുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ജഡിക പാപ വഴികളിലൂടെ കടന്നുപോയ സമയങ്ങൾ ഞങ്ങൾ ഓർത്തെടുക്കുന്നു. ഒരുപാട് വേദനയോടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരു നിമിഷത്തിൻ്റെ സുഖത്തിന് വേണ്ടി, ഒരു നൈമിഷിക സന്തോഷത്തിന് വേണ്ടി നിന്നെ തള്ളിപ്പറഞ്ഞ സമയമായിരുന്നല്ലോ അത്. യേശുവെ, ഞങ്ങളോട് തന്നെ ഞങ്ങൾ തെറ്റ് ചെയ്തു. ഞങ്ങളുടെ ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തിയില്ല. ഞങ്ങളുടെ ആ കുറവ് നിന്നിൽ ഞങ്ങളെ അകറ്റുന്നുണ്ട്. തിരുവചനം ഞങ്ങളോട് ആവർത്തിക്കുന്നു, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, നീ അറിയുന്നില്ലേ? ദൈവമേ, ആ ആത്മാവിൻ്റെ പ്രവണതകളെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കാതെ പാപവഴികളിലൂടെ കടന്നുപോയ സമയത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ജീവനും ജീവിതവും നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങൾ കാരണം കണ്ണുനീര് കുടിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളിത് വിട്ടു നിൽക്കുന്ന കാരണമായിട്ടത് മാറും. അവരുടെ കണ്ണുനീര് ഞങ്ങളുടെ ശാപമായിട്ടൊരു പക്ഷേ മാറും. യേശുവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ച സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കണ്ണുനീരിന് ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ജീവിതവും മനോഭാവങ്ങളും ഞങ്ങളുടെ ജീവിത വഴികളും ഒക്കെ കാരണമായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിത പങ്കാളി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ വെച്ചു നൽകിയ അനുഗ്രഹമാണ്. നീ തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിയ അനുഗ്രഹം. ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ കണ്ണുനിൽ നിന്ന് കണ്ണുനീര് വീഴാൻ മാത്രം ഞങ്ങളുടെ ജീവിതം പലപ്പോഴും ഒക്കെ ഒരു വേദനയുടെ കാരണമായിട്ട് മാറിയിട്ടുണ്ട്. യേശുവേ, ഞങ്ങളുടെ മക്കൾ, അവരെ സ്നേഹിക്കാനും അവരെ കരുതാനും അവരെ സംരക്ഷിക്കാനും നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹം. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ കാരണം വേദനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളെ കരുതുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ നിന്നൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നതിൽ നിന്ന് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ കാരണം വേദനിച്ചിട്ടുണ്ട്. യേശുവേ, ഞങ്ങളുടെ ജീവിത വഴികളിൽ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. കരുണയോടെ എല്ലാം വിളക്കി ചേർക്കുന്ന ദൈവമേ, നീ ഞങ്ങളുടെ കുടുംബ ബന്ധത്തെയും വിളക്കി ചേർക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴൊക്കെയോ രൂപപ്പെട്ട കല്ല് നീ എന്നേക്കുമായിട്ട് എടുത്തു മാറ്റണമേ. കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ
ബന്ധം അത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യകുലത്തെ സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച ദൈവത്തിൽ നിന്ന് അകന്നു പോയ സമയം യേശു ഓരോ പാപവും ഞങ്ങളുടെ സത്തയിൽ ഞങ്ങളെ അകറ്റുന്ന സമയമാണ്. ഞങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ പാപവും ദൈവത്തിൻ്റെ കണ്ണുനീരിന് കാരണമാണ്. ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം ഞങ്ങൾ പാപികളാണോ അത്രത്തോളം കരുണ കാണിക്കുന്നവനാണല്ലോ ദൈവമേ നീ. ഞങ്ങളുടെ ഓരോ പാപവും ഞങ്ങളുടെ ശരീരത്തിലായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ മനസ്സിലായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ ചിന്തയിലായിക്കൊള്ളട്ടെ, എന്തൊക്കെ ചെയ്താലും അതിനോടൊക്കെ കരുണയോടെ സാമീപ്യം നൽകുന്നവനാണല്ലോ ദൈവമേ നീ. യേശുവേ, ഞങ്ങളുടെ പാപ ജീവിതത്തെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. തെറ്റുപറ്റിപ്പോയി ദൈവമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിൻ്റെ തിരുമുമ്പിൽ കണ്ണീരൊഴുക്കുന്നു. നല്ലവനായ ദൈവമേ, ഞങ്ങളും നീയും തമ്മിലുള്ള ബന്ധത്തെ ഞങ്ങളുടെ ആ പാപ വഴികൾ അകറ്റി നിർത്തിയിട്ടുണ്ട്. മാപ്പ് ചോദിക്കുന്നു. പ്രാർത്ഥനയിൽ നിന്ന്, ആത്മീയ ജീവിതത്തിൽ നിന്ന്, കൗദാശികതയിൽ നിന്ന് ഞങ്ങൾ അകലുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ നിന്ന്, കുമ്പസാരത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു ജീവിക്കുമ്പോൾ, ദൈവത്തിന് വില കൊടുക്കാത്ത ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾ വ്യാപരിക്കുമ്പോൾ, എന്തിന് ഈ ആരാധനയുടെ സമയത്ത് പോലും പല വിചാരത്തോടു കൂടി ഞങ്ങളായിരിക്കുമ്പോൾ അകലുകയാണ് ഞങ്ങൾ ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്. ദൈവമേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അന്ധകാരമാകുന്ന കല്ല് നീ എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ എന്ന് യാചിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തെയും കാരുണ്യത്തെയും ഒക്കെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ് യേശുവേ. ധൂർത്തുപുത്രനെ പോലെ പാപത്തിൻ്റെ പന്നിക്കുഴിയിലാണെങ്കിലും, പാപിനിയെ പോലെ പാപത്തിൻ്റെ അന്ധകാരത്തിലാണെങ്കിലും, ദൈവത്തിൻ്റെ ഒരു വാക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തോടുള്ളൊരു നോട്ടം ഞങ്ങളെ ചെന്നെത്തിക്കുന്നത് ആ ദൈവത്തെങ്കിലേക്കും സ്നേഹത്തിലേക്കും തന്നെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളാകുന്ന കല്ലുകൾ മാറ്റപ്പെടുമ്പോൾ ലാസറിനെ പോലെ ഞങ്ങൾക്കും ലഭിക്കുന്നത് പുതിയ ജീവനാണ്. മറ്റുള്ളവരെ ലാസറിൻ്റെ കുഴിമാടത്തിങ്കിൽ നിന്ന് പുറത്തു വരുന്ന ദുർഗന്ധം അനുഭവിച്ചപ്പോൾ യേശു ആ കുഴിമാടത്തിൽ നിന്ന് ജീവൻ്റെ സൗരഭ്യമാണ് അനുഭവിച്ചത്. കാരണം യേശു നോക്കിയത് അവൻ്റെ ആത്മാവിലേക്കാണ്, ലോകം നോക്കിയത് അവൻ്റെ ശരീരത്തിലേക്കാണ്. യേശുവെ, ഞങ്ങളുടെ ആത്മാവിനെ എന്നും പവിത്രമായിട്ട് കാത്തു സൂക്ഷിക്കാൻ, ചെറിയൊരു പാപം പോലും ചെയ്ത് നിന്ന് അകന്നു പോകാതിരിക്കുവാൻ, പാപ വഴികളെ എന്നേക്കുമായിട്ട് വെറുത്തുപേക്ഷിക്കുവാൻ, ഒരിക്കലും ഞങ്ങളുടെ ബന്ധങ്ങളിൽ, അത് ദൈവത്തോടാണെങ്കിലും ഞങ്ങളോട് തന്നെയാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും, ഒരു കല്ല് സൃഷ്ടിക്കപ്പെടാതിരിക്കുവാൻ, കുറവുകളില്ലാത്ത നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിനി ജപമാല ചൊല്ലാൻ പോവാണ്. ഓരോ ജപമാലയും യേശുവിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ്. തിരുവചനം വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുകയാണ് ജപവഴിയിൽ. നല്ലവനായ യേശുവേ, അങ്ങ് നൽകിയ വലിയ സ്നേഹമാണ് പരിശുദ്ധ അമ്മ. ലോകത്തിന് മുഴുവൻ അമ്മയായി കാൽവരിയുടെ പിടഞ്ഞു മരിക്കുമ്പോൾ ലോകത്തിന് നൽകിയ സമ്മാനം. ആ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് യേശുവേ നിന്നിലേക്ക് തന്നെയാണ്. ഈ ജപവഴിയിൽ ഞങ്ങളുടെ ജീവിത വഴികളെ മുഴുവൻ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ മഹാമാരി ലോകം മുഴുവൻ ആഞ്ഞടിക്കുമ്പോൾ, വ്യത്യസ്ത തരത്തിലുള്ള വേദനകളിലൂടെ ലോകജനത മുഴുവൻ കടന്നു പോകുമ്പോൾ, പ്രപഞ്ചം അതിൻ്റെ സനാതന സ്വഭാവത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നൽകിക്കൊണ്ട് കടന്നു പോകുമ്പോൾ എല്ലാം ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നല്ല നാഥ, ഈ നിയോഗങ്ങളോട് ചേർത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളെടുത്ത തീരുമാനങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കല്ല്, അത് പാപത്തിൻ്റെ, അന്ധകാരത്തിൻ്റെ, ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ആ കല്ലുകൾ തമ്പുരാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നേക്ക് മാറ്റപ്പെടാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ജപവഴിയിലൂടെ കടന്നു പോവുകയാണ്. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും പല വിചാരം കൂടാതെയും ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശുമിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അവന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവ്യരഹസ്യം.
നമ്മുടെ കർത്താവിശ്വമിശിഹ ഗാഗൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദേവമാതാവിന്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടു കുരിശുമേൽ തറക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനാവിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളുടെ കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നിന്നിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യായിരുന്നു. യേശുവേ, നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും
നന്മകൾക്കുമൊക്കെ ഞങ്ങൾക്ക് തരാനുള്ള പ്രതിനന്ദി അത് ഞങ്ങളുടെ പാപമില്ലാത്ത നന്മ നിറഞ്ഞ വിശുദ്ധമായ ജീവിതമാണ്. ആ ഒരു ജീവിത വഴിയിൽ നിന്നെ കണ്ടെത്തിക്കൊണ്ട് എപ്പോഴും നിന്നോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധമായ ഒരു ജീവിതത്തിനുടമായ ഉടമകളായി മാറുവാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജപവഴിയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർത്തെടുക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. നിൻ്റെ വലിയ ഇടപെടൽ ഈ ലോകം മുഴുവൻ്റെ മേലും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ നകന്നു പോവാതെ, വിശുദ്ധിയിൽ നിന്ന് അകറ്റപ്പെടാതെ എപ്പോഴും യേശുവെ നിന്നോട് ചേർന്ന് നിൽക്കാൻ, നിൻ്റെ ഹൃദയത്തിനിണങ്ങിയ നല്ല മക്കളായി ജീവിക്കാൻ കൃപ തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത് ദൈവത്തെ ഞങ്ങൾ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം ഞങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. ലോക വഴികളിലൂടെ ഞങ്ങൾ പരക്കം പായുമ്പോൾ തിരുവചനം ഞങ്ങളോട് ചോദിക്കും, മോനെ മോളെ, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവമേ, ഞങ്ങൾ ലോകത്തിൻ്റെ പിന്നാലെ പരക്കം പായേണ്ടവരല്ല, സമ്പത്തിൻ്റെ പിന്നാലെ ഓടി നടക്കേണ്ടവരല്ല, ജഡിക സുഖങ്ങളുടെ പിന്നാലെ പോയി ഞങ്ങളുടെ ആത്മാവിനെ നഷ്ടമാക്കേണ്ടവരല്ല. ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ട് സംതൃപ്തി നിറഞ്ഞ ജീവിതം നയിക്കേണ്ടവരാണ്. കാരണം ഞങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നത് വെറും തീർത്ഥാടകരായിട്ടാണ്. സ്വർഗമാകുന്ന വലിയ ലക്ഷ്യത്തിനിടയിലെ ചെറിയൊരു സമയം ഞങ്ങൾ ഈ ലോകത്ത് ചിലവഴിക്കുകയാണ്. യേശുവെ, ആ വലിയ ചിന്തയോടെ, ആ വലിയ ബോധ്യത്തോടെ ഞങ്ങളുടെ ജീവിതത്തെയും ജീവിത വഴികളെയും ക്രമീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഇനി മുതൽ സമാധാനത്തിൻ്റെ വാഹകരായി ജീവിക്കാൻ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമാധാനം മാത്രം നൽകുന്ന, സന്തോഷം മാത്രം നൽകുന്ന, സംതൃപ്തിയോടെ മാത്രം ജീവിക്കുന്ന നല്ല ജീവിതം ഞങ്ങളുടെ കുടുംബത്തിന് സ്വന്തമാകുവാൻ നീ കരുണയോടെ അനുഗ്രഹമായി കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളും, ഞങ്ങളുടെ ഇടവകയുടെ മുഴുവൻ നിയോഗങ്ങളും, ഞങ്ങളുടെ രൂപത മുഴുവനെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അഭിമന്യ പിതാവിനെയും ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ഞങ്ങളുടെ രൂപതയിലെ സകല ആത്മാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവെ, സ്വർഗതുല്യമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാക്കോബ് പുഴക്കടവിൽ ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുകയാണ്. അവൻ്റെ ജീവൻ പിരിയാൻ മാത്രം വേദന അനുഭവിച്ചുകൊണ്ട് ആ പുഴക്കടവിൽ അവൻ ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുമ്പോൾ അവൻ ആ വേദനയുടെ അഗാധതയിൽ നിന്നുകൊണ്ട് ദൈവദൂതനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടില്ല. യേശുവെ, ഈ ആരാധനയുടെ അവസാന നിമിഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ യാക്കോബിനെ പോലെ ഞങ്ങൾക്കും നിന്നോട് പറയാനുള്ളത് സ്നേഹത്തോടെ, ഒരപ്പനോടുള്ള സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിച്ചാലല്ലാതെ ഞങ്ങൾ നിന്നെ വിടില്ല. യേശുനാഥ, വാവ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവ യേശുനാഥ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവ യേശുനാഥ.